ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രാഘവേട്ടനും പിള്ളയും കൂടെ ശാലിനിയെ കണ്ടിട്ട് വരുമ്പോൾ നൂർജഹാൻ വീട്ടിൽ നിൽപ്പുണ്ട്. അല്ല, രണ്ടുപേരുടെ നടക്കാൻ ഇറങ്ങിയിട്ട് വരുവാണോ? എത്ര നേരമെന്ന് വെച്ചാൽ മോളെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? വേണ്ട മോളെ, ഇയാളെയും കൊണ്ട് നടക്കാൻ ഇറങ്ങിയാൽ പിന്നെ ഇയാളുടെ കുറച്ച് പുളുവടിയും കൂടെ കേൾക്കാം. അത് ഞാൻ കേൾക്കുന്നതുകൊണ്ട് ഇയാൾ എന്നെ അങ്ങ് സഹിക്കുകയും ചെയ്യും. അതെന്തായാലും കൊള്ളാം, രണ്ടുപേരും കൂടെ ചേരുകയും ചെയ്യും. ഞാൻ വന്നിട്ടേ കുറച്ച് നേരമായി, വീട്ടിൽ തിരക്കുന്നുണ്ടാവും. എന്നാൽ ശരി, ഞാൻ പോകട്ടെ എന്നും പറഞ്ഞ് നൂർജഹാൻ അങ്ങ് പോവുകയാണ്. പത്മാവതി വന്നിട്ട് രാഘവേട്ടനോട് പറയുക, പഠിക്കാൻ നല്ല മിടുക്കുള്ള കുഞ്ഞാ, പക്ഷെ എന്ത് ചെയ്യാനാ, വീട്ടുകാരവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ സ്നേഹമുള്ളൊരു കൊച്ചിനെ എനിക്ക് കിട്ടിയതായിരുന്നു. കല്യാണത്തോടെ അവളും ഇവിടുന്ന് പോകും. അവൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല ഇതിന് സമ്മതിക്കുന്നത്. ബാപ്പച്ചിയെ ഉമ്മച്ചിയെ ഇതിൻ്റെ പേരിൽ സങ്കടപ്പെടുത്തരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അതിനായിട്ട് അവളുടെ സന്തോഷം തന്നെ അവൾ ഇല്ലാതാക്കുന്നത്. രാഘവേട്ട, ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ മഷിയിട്ട് നോക്കിയാൽ കിട്ടുമോ? പാവം കുട്ടി ഒരുപാട് സങ്കടപ്പെട്ടിട്ടാണ് പോയത്. എങ്ങനെയെങ്കിലും ആ കല്യാണം ഒന്ന് മാറിപ്പോയാൽ മതിയായിരുന്നു. അത് കേട്ടപ്പോൾ രാഘവേട്ടൻ പെട്ടെന്ന് ഞെട്ടി അങ്ങ് നോക്കുവാണ്. ദൈവമേ, ഇവളെന്തുവായി പറയുന്നത്? ഇവിടെ മനസ്സിലിനി വേറെ വല്ല മനക്കോട്ടയും ഉണ്ടോ? നമ്മുടെ ശാലിനി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അനുവും ശാരദാമ്മയും കൂടെ ശാലിനിയെ പതുക്കെ കാറിൽ നിന്ന് ഇറക്കുന്നുണ്ട്. ശാരദാമ്മ പറയുന്നു, മോളെ പതുക്കെ, എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ലമ്മേ. ഹോസ്പിറ്റലിൽ അങ്ങനെ കിടന്നതിൻ്റെ ഒരു ക്ഷീണം ഒഴിച്ച് ബാക്കി ഒന്നും എനിക്കില്ലമ്മേ. ഞാൻ നല്ല ഓക്കെ ആണമ്മേ. എന്ന് പറഞ്ഞിട്ടേ നാളെ തന്നെ ലീവും ക്യാൻസലാക്കിയിട്ട് ഓഫീസിൽ പോയി ഇരിക്കാമെന്നൊന്നും എൻ്റെ മോള് വിചാരിക്കണ്ട കേട്ടോ. 1-2 ദിവസമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി. അനു പറയുക, ശരിയാ മേഡം, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഫോർവേഡ് ചെയ്തോളാം. പിന്നെ കാര്യങ്ങളൊക്കെ മേഡത്തിന് വീട്ടിലിരുന്നായാലും നോക്കാമല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. ജോലിക്ക് കയറിയാൽ പിന്നെ ഇവളായിട്ടൊരു റെസ്റ്റ് ആ ബോഡിക്ക് കൊടുക്കത്തില്ല. മേലും കീഴും നോക്കാതെ ഓടി നടക്കുകയും കൂടെ ചെയ്യും. ശാലിനി വന്നതറിഞ്ഞുകൊണ്ട് ശാന്തയും സത്യമോളും പപ്പിമോളും കൂടെ ഓടി വരുവാണ്. സത്യമോളും പപ്പിമോൾക്കും ഭയങ്കര സന്തോഷം. അമ്മേന്നും പറഞ്ഞ് സത്യമോൾ ഓടി വരുമ്പോൾ ചേച്ചിയമ്മയെന്നും പറഞ്ഞ് പപ്പിമോൾ ഓടി വരുവാണ്. ചേച്ചിയമ്മ, ഞങ്ങൾ പിടിക്കണോ? ശാരദാമ്മ ഒരു കുശുമ്പ്. വേണ്ട, ഇതുവരെ എൻ്റെ മോളെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമെങ്കിലേ അകത്തോട്ട് കൊണ്ടുവരാനും എനിക്കറിയാം. ഒരു വലിയ സഹായക്കാർ വന്നിരിക്കുന്നു. എന്നാലും ഞങ്ങൾ പിടിക്കാൻ ചേച്ചിയമ്മേ എന്നും പറഞ്ഞ് പപ്പിമോളും സത്യമോളും കൂടെ ശാലിനിയെ പിടിച്ചുകൊണ്ട് റൂമിനകത്തോട്ട് വരുവാണ്. അനു ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട്, എന്നാൽ പിന്നെ മേഡം ഞാൻ ഇറങ്ങട്ടെ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് അനു അങ്ങ് പോയി. ശാലിനി മക്കളോട് ചോദിക്കുന്നു, ഇനി മക്കളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറ. ഞങ്ങൾക്കിവിടെ എന്ത് വിശേഷമാണ് ചേച്ചിയമ്മേ? അമ്മയോടൊന്നും ചോദിക്കാൻ പറ്റില്ല. എന്ത് ചോദിച്ചാലും ദേഷ്യമാണ്. സത്യമോള് പറയുക, ശ്യാമയാൻ്റി ഭക്ഷണം കഴിക്കത്തതുമില്ല, ഞങ്ങൾക്കൊട്ടെടുത്ത് തരുത്തതുമില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അമ്മേ ചോറൊക്കെ എടുത്ത് കഴിക്കുന്നത്. പപ്പിമോള് പറയുക, നേരത്തെയൊക്കെ അമ്മയ്ക്ക് എന്നോടും സത്യോടും ഒക്കെ എന്തൊരു സ്നേഹമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അടുത്തോട്ട് ചെന്നാലോ ഞങ്ങളെ വഴക്ക് പറഞ്ഞു ഓടിക്കും. അമ്മേ, ഒരു ദിവസം കാലത്ത് ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കി തന്നില്ല. പിന്നെ ശാരദാമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത്. അമ്മ എന്താ ചേച്ചിയമ്മ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത്? ശാലിനി പറയോ, ആഹാ, അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. നിങ്ങളുടെ കാര്യമൊക്കെ കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാണല്ലോ ഞങ്ങൾ. എന്നിട്ട് എൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ മക്കൾ എന്തായാലും ഇവിടെ നിൽക്കി, ഞാൻ പോയി ശ്യാമയോട് ചോദിക്കാം. നിങ്ങളും കൂടെ വന്നാലേ അവൾ വിചാരിക്കത്തില്ലേ നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ വഴക്കിടുന്നതെന്ന്. അമ്മ അടിക്കുകയൊന്നും ചെയ്യല്ലേ ശ്യാമയാൻ്റിയെ, വെറുതെ ചോദിച്ചാൽ മതി കേട്ടോ. അയ്യോ, പറഞ്ഞത് അബദ്ധമായോ സത്യേ? അതെന്താ പപ്പി നീ അങ്ങനെ പറഞ്ഞത്? അമ്മ എന്നെ വഴക്ക് പറഞ്ഞാലോ സത്യേ? അകത്തെ മുറിയിലിരുന്ന് ശ്യാമ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. ശാലിനി ശ്യാമയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നു, എന്താ മോളെ ഇതൊക്കെ? നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കുട്ടികളുടെ അടുത്താണോ കാണിക്കുന്നത്? അവർക്ക് എന്തറിയാം നമ്മളുടെ പ്രശ്നങ്ങൾ? പാവം ആ കുഞ്ഞുങ്ങളുടെ നേരെ കാണിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാന്? കുറേ സങ്കടങ്ങൾ സ്വയം അനുഭവിക്കാവുന്നല്ലാതെ മറ്റെന്ത് ഗുണമാ മോളെ ഇതിൽ നിന്നുണ്ടാകുന്നത്? കുഞ്ഞേച്ചി, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? മടുത്തു. ഞാൻ ഇനി എന്തിനാ ജീവിക്കുന്നത്? എനിക്കിപ്പോൾ എന്നോട് തന്നെ അങ്ങ് ദേഷ്യം തോന്നുക. ശ്യാമേ, നീ എന്തൊക്കെയായി പറയുന്നത്? നിന്റെ മനസ്സ് നീ ഇപ്പോൾ പറയുന്നിടത്ത് നിൽക്കുന്നില്ല. മനസ്സ് കൈവിട്ടാലുള്ള അവസ്ഥ എന്താണെന്നറിയാമല്ലോ. സങ്കടങ്ങളുണ്ട് മോളെ, എനിക്കതറിയാം. പക്ഷേ അതെല്ലാം തരണം ചെയ്യുന്നിടത്താ നമ്മളെ ദുരിതങ്ങളെ തോൽപ്പിച്ച് ജീവിച്ച് കാണിക്കേണ്ടത്. നീ എൻ്റെ അവസ്ഥ തന്നെ നോക്കിക്കേ.
എന്നെ തകർക്കാൻ എന്തെല്ലാം ചെയ്തു. മരണത്തെ മുഖാമുഖം കണ്ടിട്ടല്ലേ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? തോൽക്കാൻ എനിക്ക് മനസ്സില്ലെന്ന് എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞു. ഈശ്വരൻ്റെ മുന്നിലെ ഞാൻ എൻ്റെ ജീവൻ അടിയറ വെക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ആ ഒരു ഉറപ്പ് നമ്മളിൽ നമുക്കുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. എടി മോളെ, നീ വിഷമിക്കാതെ, നമുക്കെല്ലാം തിരിച്ചു പിടിക്കാം. ഇപ്പോഴത്തെ ഈ അവസ്ഥയൊക്കെ അങ്ങ് മാറും. സത്യം മനസ്സിലാക്കി ശത്രുക്കളുടെ കൂട്ടുകെട്ടുകളൊക്കെ മാറ്റി രോഹിത്തിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അതുവരെ എൻ്റെ മോളെ നീ ഒന്ന് ക്ഷമിക്ക്. ഇനി അങ്ങോട്ടുള്ള വിഷമങ്ങളൊക്കെ നമ്മുടെ ശത്രുക്കൾക്കാകാൻ വേണ്ടി പ്രാർത്ഥിക്ക്. ദൈവമുണ്ട് മോളെ നമ്മളോടൊപ്പം. അതിൻ്റെ തെളിവ് നിൻ്റെ ഈ കുഞ്ഞേച്ചി തന്നെ. ഞാൻ പറഞ്ഞതൊക്കെ എൻ്റെ മോള് കേട്ടല്ലോ. മനസ്സ് വിഷമിപ്പിക്കാതെ തൻ്റെ ഇടത്തോടെ ദുരിതങ്ങളെയൊക്കെ നേരിടാൻ പഠിക്കുക. എങ്കിലേ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കത്തുള്ളൂ. ശാലിനി പറയുന്നതെല്ലാം സങ്കടത്തോടെ കേട്ടുനിന്ന ശ്യാമയ്ക്ക് അടക്കാൻ പറ്റുന്നില്ല അവിടെ സങ്കടം. പെട്ടെന്ന് കുഞ്ഞേച്ചിന്നും പറഞ്ഞ് ശാലിനിയെ കെട്ടിപ്പിടിച്ചാൽ കരയുവാണ്. ശാരദാമ്മ സത്യമോക്കും പപ്പിമോക്കുള്ള അത്താഴം വിളമ്പിയിട്ട് വിളിക്കുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങോട്ട് വന്ന് ഈ ആഹാരമൊക്കെ ഒന്ന് കഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കിനി ഒരുപാട് പണികളൊക്കെ ഒതുക്കാനുള്ളതാ മക്കളെ, നിങ്ങളിങ്ങോട്ടൊന്ന് വന്നേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും സത്യയും പപ്പിയും ആഹാരം കഴിക്കാൻ വന്നിരുന്നു. ആ സമയത്ത് നമ്മുടെ പിള്ള വാതുക്കൽ വന്ന് നിന്നുകൊണ്ട് ഇവിടെ ആരും ഇല്ലേ എന്നിങ്ങനെ ഉറക്കെ ചോദിക്കുന്നുണ്ട്. ദേ വരുന്നു എന്നും പറഞ്ഞ് ശാരദാമ്മ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ പിള്ളച്ചേട്ടന്. ആഹാ, പിള്ളച്ചേട്ടനായിരുന്നോ? ഇങ്ങോട്ട് കയറിയിരിക്കും പിള്ളച്ചേട്ടാ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നും പറഞ്ഞ് പിള്ളയെ അവിടെ പുറത്തിരിക്കുവാണ്. കുട്ടികളൊക്കെ കിടന്നോ? ഇല്ല, അവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. പിള്ളച്ചേട്ടൻ വല്ലതും കഴിച്ചോ? ഞാൻ ചായ എടുക്കാം. അയ്യോ, ഈ സമയത്തോ? ഇനി വീട്ടിൽ പോയി അല്പം കഞ്ഞി കുടിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് അവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. പുതിയ ചുറ്റുപാടുകളും ഒക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാകും അല്ലേ? പൊരുത്തപ്പെടാതെ എന്ത് ചെയ്യാനാ ശാരദാമ്മേ? വരുന്നതൊക്കെ തൊണ്ട തടാതങ്ങ് വിഴുങ്ങ, അല്ലാതെ മറ്റെന്ത് ചെയ്യാനാ? എന്നാലും സത്യാമ്മയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല ശാരദാമ്മേ. ആ പിടിവാശിയും തൻപ്രമാണിത്വവും അല്പം കൂടെ കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമേ ഉള്ളു. ഇപ്പോഴും അവരിരുന്ന ആ തങ്കസിംഹാസനത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയില്ലെന്നാണ് വിചാരം. അത് സത്യാമ്മയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സ്വഭാവ വൈകല്യമാണ്. അത് മാറില്ല പിള്ളച്ചേട്ടാ. അത് മാറിയാൽ പിന്നെ സത്യാമ്മ ഇല്ലല്ലോ. അതൊക്കെ ശരി തന്നെയാ. ഈ അവസ്ഥയിലും ഈ കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിക്കുന്ന ഈ അവസ്ഥയിലും ആനപ്പുറത്ത് തന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? രാഘവേട്ടൻ എന്ത് പറയുന്നു? അയ്യോ, സാറ് പാവ. വരുന്ന ദുരിതങ്ങളെല്ലാം സങ്കടം കൊണ്ട് അടക്കി പിടിച്ചങ്ങ് നേരിട്ട് പോവാ പാവം. ചില സമയത്ത് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കരയുന്നത് കാണും. നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് ചിരി മുഖത്ത് വരുത്തി അതങ്ങ് മറയ്ക്കാൻ ശ്രമിക്കും. അത് കാണുമ്പോഴാ ശാരദാമ്മയെ കൂടുതൽ സങ്കടമാകുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് വിധിയായിരിക്കും. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞു പോകാൻ വേണ്ടി ഒരു വരുമാന മാർഗം കണ്ടെത്തേണ്ടതേ ആവശ്യമാണ്. എന്നാലേ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിന് വിഷ്ണുവില്ലേ അവിടെ? വിഷ്ണു നോക്കുമല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ. എൻ്റെ ശാരദാമ്മേ, സത്യാമ്മ അത് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സത്യാമ്മയ്ക്കാണെങ്കിൽ സത്യാമ്മയുടെ രീതിക്ക് തന്നെ കാര്യങ്ങൾ നടത്തണം. സ്വന്തം വീട്ടിൽ മുമ്പ് എങ്ങനെയാണോ കഴിഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഇവിടെയും കഴിയണം. അന്നാണെങ്കിൽ ആ പറമ്പിലുള്ള ആദായമൊക്കെ തന്നെ മതി ആ കുടുംബത്തിന് സുഖമായിട്ട് കഴിഞ്ഞു പോകാൻ. ഇന്നിപ്പോൾ പറമ്പുമില്ല, പാടവുമില്ല, വീടുമില്ല. എല്ലാ കാര്യങ്ങൾക്കും പൈസ വേണ്ടേ? അതിനെന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് നോക്കിയാലേ മുമ്പോട്ടുള്ള ജീവിതം നടക്കത്തുള്ളൂ ശാരദാമ്മേ. അതൊരു നല്ല കാര്യമാണ് പിള്ളച്ചേട്ടാ. എന്തെങ്കിലും ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി. അതുകൊണ്ട് വീട്ടിലൊരു ദാരിദ്ര്യം ഉണ്ടാകത്തുമില്ല. അതിനുവേണ്ടി ഞാനും സത്യാമ്മയും കൂടെ ബ്ലോക്ക് ഓഫീസറെ പോയി കണ്ടിരുന്നു. അയാൾക്ക് സത്യാമ്മയുടെ എന്തോ മുൻവൈരാഗ്യമുണ്ട്. ഫണ്ടുണ്ട്, പക്ഷെ സത്യാമ്മയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ ഫണ്ട് കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദാമ്മയ്ക്ക് അനുവദിച്ച് കിടക്കുവാണെന്നൊക്കെയാണ് പറഞ്ഞത്. ശാരദാമ്മയ്ക്ക് അയാൾ ഫണ്ട് തരൂ. സത്യാമ്മയോടുള്ള മുൻവൈരാഗ്യം കൊണ്ട് അയാൾ കൊടുക്കത്തില്ല. ശാരദാമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് മനസ്സ് വെച്ചാൽ അയാൾക്ക് ആ ഫണ്ട് സത്യാമ്മയ്ക്ക് കൊടുക്കാൻ പറ്റും. അതൊന്ന് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ സമയത്ത് ആ ഫണ്ട് അവർക്ക് കിട്ടിയാൽ വളരെ ആശ്വാസമായിരിക്കും. അത്രയ്ക്ക് ഗതികേടായതുകൊണ്ടാണ് ശാരദാമ്മ ഞാൻ ഇതിവിടെ വന്നിങ്ങനെ പറഞ്ഞത്. അത്രയ്ക്ക് തകർന്നിരിക്കുവാണ് സത്യാമ്മ. സത്യാമ്മയുടെ മനക്കട്ടി കൊണ്ട് അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളു. എനിക്ക് അനുവദിച്ച കാശാണെന്നറിഞ്ഞാൽ സത്യാമ്മ അത് സ്വീകരിക്കുമോ പിള്ളച്ചേട്ടാ? സത്യാമ്മ അത് അറിയണ്ട. ഈ പറഞ്ഞത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഞാനിവിടെ വന്നതും സത്യാമ്മ അറിയരുത്.
അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്ത് ഇങ്ങോട്ട് വന്നത്. ശാരദാമ്മ നല്ലതുപോലെ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി. പക്ഷേ അധികം വൈകരുതെന്ന് മാത്രം. എന്നാൽ ഞാനിനി അങ്ങോട്ട് ഇറങ്ങട്ടെ ശാരദാമ്മേ. ഇനി ഇരുട്ടിക്കഴിഞ്ഞാലേ പട്ടികളുടെ ശല്യം വളരെ രൂക്ഷമാണ്. ഞാനെന്നാ പോവാണേ എന്ന് പറഞ്ഞ് പിള്ളച്ചേട്ടൻ അങ്ങ് പോന്നു. ശാലിനി ഇതെല്ലാം അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ശാരദാമ്മ ചോദിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? നേരിട്ടുള്ള ഒരു സഹായവും അവർ സ്വീകരിക്കില്ല. പിന്നെ ഇങ്ങനെ വല്ലതും ചെയ്തു കൊടുക്കാമെന്ന് മാത്രമേ പറ്റത്തുള്ളൂ. സത്യഭാമ വലിയ ഗൗരവത്തിൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. എന്തോ വലിയ പ്ലാനിലാണെന്ന് തോന്നുന്നു. ആ സമയത്ത് വിഷ്ണു അങ്ങോട്ട് വരുന്നുണ്ട്. വിഷ്ണുവിനെ കണ്ടതും സത്യഭാമയുടെ മുഖത്ത് വല്ലാത്ത ദേഷ്യം. അപ്പോൾ വിഷ്ണുവിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യഭാമ ഉലാത്തിയത്. വിഷ്ണുവിനോട് പറയുക, നിക്ക്, നീ എവിടെ ആയിരുന്നു ഇത്രയും നേരം? വിഷ്ണുവും ഇച്ചിരി കലിപ്പിലാണ്. അതെന്താ അമ്മ അങ്ങനെ ഒരു ചോദ്യം? അമ്മയ്ക്ക് അറിയാവുന്നതാണല്ലോ എൻ്റെ ജോലിയുടെ കാര്യമൊക്കെ. അത് വ്യക്തമായി എനിക്കറിയാവുന്നത് കൊണ്ടാടാ ഞാനിങ്ങനെ ചോദിക്കുന്നത്. ഇത് കേട്ടിട്ട് അകത്തുനിന്ന് രാഘവേട്ടൻ വരുക. ഫാമേ, എന്തുവാ ഇവിടെ? അവനൊരു ചെറുപ്പക്കാരനല്ലേ, അവന് പല ഭാഗത്തും പോകേണ്ടതില്ലേ? അതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് പോകണമെന്ന് വെച്ചാൽ അത് എന്തർത്ഥത്തിലാ? ഇതൊരുമാതിരി സ്വാർത്ഥതയാ കേട്ടോ. മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരുമാതിരി വില കുറഞ്ഞ സ്വാർത്ഥത. രാഘവേട്ടൻ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന സമയത്തെ രാഘവേട്ടൻ ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തും ഞാൻ പോയിട്ടില്ല. രാഘവേട്ടൻ ഇഷ്ടമില്ലാത്തവരെ ഞാനുമായി ബന്ധപ്പെടുത്തണ്ടെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചിട്ടാ. എനിക്ക് എൻ്റെ മകനോട് എനിക്കിഷ്ടമില്ലാത്തടുത്ത് പോകരുതെന്ന് പറയാൻ എനിക്ക് യാതൊരു അവകാശമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വിഷ്ണുവിനപ്പം കാര്യം പിടികിട്ടി. തള്ള വാല് പൊക്കുന്ന എന്തിനാന്ന്? അമ്മ പറഞ്ഞു വരുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ശാലിനിയുടെ അടുത്ത് ഞാൻ പോയതിൻ്റെ പരിഭവവും പരാതിയാണ് അമ്മ ഈ പൊലമ്പുന്നതെന്നൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ശാലിനിയെ എൻ്റെ ഭാര്യയാണ്. അവൾക്കൊരു അപകടം സംഭവിച്ച് അവൾ ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു, അതും എന്നെ രക്ഷിക്കാൻ വേണ്ടി. ഇനിയും അമ്മയ്ക്ക് ഞാൻ ശാലിനിയെ കാണാൻ പോയത് തെറ്റാണെന്ന് തോന്നുവാണെങ്കിൽ അതെനിക്ക് ശരിയായിട്ട് തന്നെ തോന്നുന്നത്. മനസ്സിലായോ അമ്മയ്ക്ക്? പിന്നെ എൻ്റെ പണം ഇവിടെ വേണ്ട, എൻ്റെ സാന്നിധ്യം ഇവിടെ വേണ്ട, എല്ലാം തീരുമാനിക്കുന്ന ഇവിടെ അമ്മ തന്നെയാ. അല്ലമ്മേ, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഫാമേ, അവൻ ചോദിക്കുന്നത് ന്യായവാ. നീ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടിയും കൊടുക്ക്. എന്താ മിണ്ടാ നിൽക്കുന്നത്? അവനെപ്പോലൊരു മകൻ അനുവദിച്ചു കൊടുക്കേണ്ട സ്വാതന്ത്ര്യമോ അവകാശം എന്തെങ്കിലും നീ അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ അവന്? എല്ലാം നിന്റെ ചൊൽപ്പടിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം നീ അങ്ങ് ആഗ്രഹിക്കുക. അതുകൊണ്ടെന്താ, ഒരു മകനെന്ന നിലയിൽ അവൻ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മരുമകളെ മാത്രം ഒന്നും പറയില്ലേ? അവൾ എൻ്റെ കുടുംബത്തിലോട്ട് എന്ന് വന്ന് കയറിയോ അന്ന് തകർന്നതായി എൻ്റെ കുടുംബം. എൻ്റെ മകനെ എന്നിൽ നിന്ന് അകറ്റിയതും അവൾ ഒറ്റയൊരുത്തിയാ. ഇപ്പോൾ അവൾ കുത്തേറ്റ് കിടക്കുന്നുണ്ടെങ്കിലേ അവളെ ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ച ശിക്ഷയാ. അത് കേട്ടതും വിഷ്ണുവിന് അടക്കാൻ വയ്യാത്ത ദേഷ്യമേ അമ്മയെന്നും പറഞ്ഞ് കൈ ഞോണ്ടിക്കൊണ്ട് പോവാണ്. അമ്മ കാര്യങ്ങൾ അറിയാതാണ് സംസാരിക്കുന്നത്. എനിക്കെല്ലാം അറിയാടാ. അച്ഛൻ ആരാണെന്നറിയാത്ത ഒരു കൊച്ചിനെയും കൊണ്ടല്ലേടാ അവൾ ഇപ്പോഴും ജീവിക്കുന്നത്. സത്യഭാമയുടെ വായിൽ നിന്നും അത് കേട്ടപ്പോൾ വിഷ്ണു അങ്ങ് ഞെട്ടി വിഷമിച്ച് നിൽക്കുവാണ്. അവന് തുറന്നു പറയാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ മക്കളാണിതെന്ന്. അതിൻ്റെ അച്ഛൻ ആരാണെന്ന് ഇന്ന് വരെ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? പറയില്ലടാ അവള്. അത്രയ്ക്കും പഠിച്ച കള്ളിയാ, പേരും കള്ളി. എന്നിട്ടും വല്ലവൻ്റെയും കൊച്ചിൻ്റെ തന്തയാകാനുള്ള നിൻ്റെ ഈ നടപ്പ് കാണുമ്പോഴേ എനിക്ക് എന്നോട് തന്നെ പുച്ഛവാ. നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്നുള്ള പുച്ഛം. വിഷ്ണു സങ്കട ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പറയുക, അമ്മേ, ഒരിക്കൽ അമ്മ സത്യങ്ങളൊക്കെ അറിയും. അന്നമ്മ ഈ പറഞ്ഞതിനൊക്കെ ഒരുപാട് ദുഃഖിക്കും. വിഷ്ണു അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ രാഘവേട്ടന് എന്തൊക്കെയോ മനസ്സിലൊരു ഡൗട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എത്രയും പെട്ടെന്ന് തന്നെ വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്നുള്ള സത്യം സത്യഭാമ കണ്ടുപിടിച്ചിരിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.